ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബയോളജിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടോപ്പിക് അങ്ങ് പഠിച്ചു തീർക്കാം. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നോക്കിക്കൊടുക്കുക, രക്തപര്യന വ്യവസ്ഥ. തീർച്ചയായിട്ടും രക്തം എന്താണ് രക്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രക്തം എന്ന് പറയുന്നത് ഒരു യോജക കലയാണ്. എന്താണ്? ഒരു യോജക കല. ഒരുപാട് യോജക കലകളുണ്ട്. അസ്ഥി, തരുണാസ്ഥി, നാരുകലകൾ, രക്തം. അതില് ദ്രാവക രൂപത്തിലുള്ള യോജകല ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ രക്തം എന്ന് പറയുന്നത്. നമ്മുടെ വാതകങ്ങൾ, ശ്വസനവാതകങ്ങളായിട്ടുള്ള ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് സംവഹനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രക്തമാണ് എന്ന് മനസ്സിലാക്കുക. ആ രക്തത്തിൽ പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങളാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് പ്ലാസ്മയുണ്ട്, രണ്ട് എന്ന് പറയുന്നത് രക്തകോശങ്ങളുണ്ട്. പ്ലാസ്മയും രക്തകോശങ്ങളുമാണ് രക്തത്തിലുള്ളത്. രക്തത്തിലുള്ള പ്ലാസ്മ എന്ന് പറയുന്നത് 55% പ്ലാസ്മയാണ്. അതേപോലെ 45% രക്തകോശങ്ങളാണ്. 55% രക്തത്തിൽ പ്ലാസ്മയും 45% രക്തകോശങ്ങളുമാണ് എന്ന് മനസ്സിലാക്കുക. രക്തകോശങ്ങൾ ഏതൊക്കെയുണ്ട്? RBC ഉണ്ട് അല്ലെ, റെഡ് ബ്ലഡ് സെൽസ്, റെഡ് ബ്ലഡ് കോർപ്പസെൽസ്, WBC വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ്, അതേപോലെ പ്ലേറ്റ്ലെറ്റുകൾ. ഇതാണ് പ്രധാനപ്പെട്ട രക്തകോശങ്ങൾ. ഏതൊക്കെയുണ്ട്? RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ട്. അതിൽ RBC അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ, അവയാണ് പ്രധാനമായിട്ടും വാതക വിനിമയം അല്ലെ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ വാതകത്തിന്റെ വിനിമയത്തിന് സഹായിക്കുന്നത് RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് ആണ്. അടുത്താണ് WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ്. ആ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്ന രോഗപ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഇസ്നോഫിൽ, മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ്, അത്രയും WBCs ആണുള്ളത്. അത് രോഗപ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ പ്ലേറ്റ്ലെറ്റുകൾ, രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന രക്തകോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ എന്നുകൂടി മനസ്സിലാക്കുക. ഇപ്പൊ രക്തകോശങ്ങള് 45%, RBC, WBC, പ്ലേറ്റ്ലെറ്റുകൾ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പ്ലാസ്മയാണ്. പറഞ്ഞത് നമ്മുടെ രക്തത്തിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം 55% പ്ലാസ്മയാണ്. ആ പ്ലാസ്മയിലുള്ള ഘടകങ്ങൾ നോക്കുവാണെങ്കിൽ 90 മുതൽ 92% വരെ ജലമാണ്, 7 മുതൽ 8% വരെ പ്രോട്ടീനാണ്, പിന്നീടുള്ള മറ്റ് ഘടകങ്ങൾ. ഇതിലുള്ള പ്രോട്ടീനുകളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പ്ലാസ്മ പ്രോട്ടീനുകളാണുള്ളത്. 3 തരത്തിലുള്ള പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ആൽബുമിനുണ്ട്, ഗ്ലോബുലിനുണ്ട്, ഫൈബ്രിനോജൻ. ഓക്കെയാണോ? ഇതൊക്കെയാ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇത്തരത്തിൽ 3 പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ട്. അതിൽ ആൽബുമിൻ എന്ന് പറയുന്നത് BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത് ആൽബുമിൻ എന്ന് പറയുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ്. ഗ്ലോബുലിൻ അത് രോഗപ്രതിരോധം, ബോഡി ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രോഗപ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട ഗ്ലോബുലിൻ ആണ്. പിന്നീട് ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്, ബ്ലഡ് ക്ലോട്ടിംഗ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജൻ ആണ്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീനുകൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ BP, ഗ്ലോബുലിൻ എന്ന് പറയുന്ന രോഗപ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഫൈബ്രിനോജൻ എന്ന് പറയുന്ന രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു. പലതവണ PSC ആവർത്തിച്ച ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾ രക്തം പഠിച്ചു. നമുക്കറിയാം നമ്മുടെ ശരീരത്തില് രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം അല്ലെങ്കിൽ ഭാഗം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ലാതെ നമ്മൾ പറയും നമ്മുടെ ഹൃദയമാണ് അല്ലെ. ആദ്യം രൂപപ്പെടുന്നതും അതേപോലെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള നമ്മുടെ അവയവമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയം നമ്മൾ മയോജനിക്കാണെന്ന് പറയും. എന്തുകൊണ്ടാണ് ഹൃദയം മയോജനിക്കാണെന്ന് പറയുന്നത്? ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് ഹൃദയത്തിലുള്ള പ്രത്യേക ടിഷ്യൂ തന്നെയാണ്. അതുകൊണ്ട് ഹൃദയം നമ്മൾ മയോജനിക്കാണെന്ന് പറയും. മയോജനി നോക്കിക്കൊടുക്കുക. നമ്മുടെ ഹൃദയത്തെ സംരക്ഷിച്ചുകൊണ്ട് സ്റ്റേണം ഉണ്ട്, സ്റ്റേണം അല്ലെ, നമ്മുടെ മാറല്, അതേപോലെ വാരിയെല്ലുകളുണ്ട്, അതേപോലെ നട്ടെല്ലുകളുണ്ട്. അങ്ങനെ അസ്ഥികൾക്കിടയിലാണ് നമ്മുടെ ഹൃദയം സംരക്ഷിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ട് ഒരു സ്ഥലം കാണപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ച് കാണപ്പെടുന്ന സ്ഥലത്തിന്റെ പേര് മറക്കരുത്, അത് പെരികാർഡിയം. ഇപ്പൊ എന്താണ് പെരികാർഡിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്ന അല്ലെ, ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. ആ പെരികാർഡിയത്തിനുള്ളിൽ ഒരു ദ്രാവകം കാണപ്പെടുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരികാർഡിയൽ ദ്രാവകം അല്ലെങ്കിൽ പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? ഇങ്ങനെ വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യും. അപ്പൊ അത്തരത്തിൽ വികസിക്കുമ്പോഴും സങ്കോചിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു ഹർഷണത്തെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് എന്ത് സഹായിക്കുന്നത്? ഈ ഉള്ളിലുള്ള പെരികാർഡിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പെരികാർഡിയൽ ദ്രാവകം സഹായിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണോ? അപ്പൊ ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ട് പെരികാർഡിയം, അതേപോലെ നമ്മുടെ ലങ്സ് ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ട് ഇതുപോലൊരു സ്ഥലമുണ്ട്. അതേതാണ്? അത് പ്ലൂറ എന്ന് പറയും, പ്ലൂറ. അതേപോലെ നമ്മുടെ ബ്രെയിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ട് അത് മെനിഞ്ചസ്. അതും കൂടെ കണക്ട് ചെയ്യുക. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ട് പെരികാർഡിയം, ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ട് പ്ലൂറയാണ്, ബ്രെയിനിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ട് അത് മെനിഞ്ചസ് ആണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു സ്ട്രക്ചറിലേക്ക് വരാം. നമുക്കറിയാം മനുഷ്യ ഹൃദയം എന്ന് പറയുന്നത് 4 ചേംബറുകൾ, 4 അറകൾ ഉള്ള ഒരു ഭാഗമാണ് മനുഷ്യ ഹൃദയം എന്ന് പറയുന്നത് അല്ലെ. ഏതൊക്കെയാണ്? മുകളിലത്തെ അറകളെ ഏട്രിയം എന്നും താഴത്തെ അറകളെ വെൻട്രിക്കിൾ എന്നും പറയുന്നു. സോ വലത് ഏട്രിയം, ഇത് വലത് ഭാഗത്തുള്ള ഏട്രിയം ആയതുകൊണ്ട് തന്നെ വലത് ഏട്രിയം അല്ലെ, വലത് ഏട്രിയം, ഇത് വലത് വെൻട്രിക്കിൾ, അതേപോലെ ഇത് ഇടത് ഏട്രിയം, ഇത് ഇടത് വെൻട്രിക്കിൾ ആണോ? അപ്പൊ അത്തരത്തില് 4 അറകൾ ഉള്ള ഒരു അവയവമാണ് നമ്മുടെ മനുഷ്യ ഹൃദയം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മുകളിലത്തെ അറകളെ ഏട്രിയം എന്നും താഴത്തെ അറകളെ വെൻട്രിക്കിൾ എന്നും പറയുന്നു. വലത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ എന്ന് മനസ്സിലാക്കുക. വലത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ. ഇനി വലത് ഏട്രിയത്തെയും വലത് വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു 3 കസ്പിഡികളുള്ള വാൽവ് കാണപ്പെടുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, 3 കസ്പിഡികളുള്ള വാൽവ് കാണപ്പെടുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയും. എന്താ? ട്രൈകസ്പിഡ് വാൽവ്. അപ്പൊ ട്രൈകസ്പിഡ് വാൽവ് എവിടെയാണ് കാണപ്പെടുന്നത്? വലത് ഏട്രിയത്തെയും വലത് വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. അതേപോലെ ഇടത് ഏട്രിയത്തെയും ഇടത് വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്ത് കാണപ്പെടുന്ന 2 കസ്പിഡികളുള്ള വാൽവ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈകസ്പിഡ് വാൽവ് എന്ന് കൂടി മനസ്സിലാക്കാം. അപ്പോൾ ട്രൈകസ്പിഡ് വാൽവ് കാണപ്പെടുന്നത് വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലാണ്. ഡൈകസ്പിഡ് വാൽവ് കാണപ്പെടുന്നത് ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലാണ്. ഇത് തിരിഞ്ഞു പോകാതിരിക്കുന്ന ഓർത്താൽ മതി. നമ്മുടെ വലത് കൈ, നമ്മുടെ പലരുടെയും വലത് കൈ ആയിരിക്കും സ്ട്രോങ്, അതായത് വലത് കൈക്ക് ബലം കൂടുതലാണ്. അപ്പൊ ഇവിടെ കൂടുതൽ എന്ന രീതിയിൽ ചിന്തിച്ചാൽ മതി. വലത് ഏട്രിയവും വലത് വെൻട്രിക്കിളും തമ്മിൽ 3 കസ്പിഡുകളുള്ള ട്രൈകസ്പിഡ് വാൽവും ഇടത് ഏട്രിയവും ഇടത് വെൻട്രിക്കിളും തമ്മിൽ 2 കസ്പിഡുകളുള്ള ബൈകസ്പിഡ് വാൽവുമാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ന് നോക്കിക്കൊള്ളുക, നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ രക്തക്കുഴലുകൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള രക്തക്കുഴലുകളാണുള്ളത്. ഏതൊക്കെയാണ്? സിരകളുണ്ട്, ധമനികളുണ്ട്, ലോമികകൾ അല്ലെങ്കിൽ കാപ്പിലറികളുണ്ട്. അവ തമ്മിലുള്ള വ്യത്യാസം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ആ ഹൃദയത്തിന്റെ ആ ഒരു പിക്ചർ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. നമ്മുടെ ഹൃദയം അല്ലെ, മനുഷ്യ ഹൃദയം, ജസ്റ്റ് ആ പിക്ചർ ഒന്ന് ഞാൻ വരയ്ക്കുകയാണ്. 4 അറകളുള്ള മനുഷ്യ ഹൃദയം ഒന്ന് വരയ്ക്കുകയാണ് അല്ലെ. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളും ഉണ്ട്, ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളും ഉണ്ട് അല്ലെ. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളും ഉണ്ട്, ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളും ഉണ്ട്. പഠിച്ചു വെച്ചോളുക. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ധമനി എന്ന് പറയും. ധമനി. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിര എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. എന്താ? ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലിനെ നമ്മൾ വിളിക്കുന്ന പേര് ധമനികൾ എന്നാണ്. കണ്ടോ? ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ അല്ലെങ്കിൽ ആർട്ടറി. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളുണ്ട്. അത്തരത്തിൽ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലിനെ വിളിക്കുന്ന പേരാണ് സിരകൾ എന്ന് പറയുന്നത് അല്ലെ. ഇനി നോക്കിക്കൊടുക്ക, നമ്മുടെ ശരീരത്തിലെ രക്തം പമ്പ് ചെയ്യുന്ന ഒരേ ഒരു അവയവമാണ് ഹൃദയം. അത്തരത്തിൽ ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ ഈ ധമനികളിലൂടെ ഉയർന്ന വേഗത്തിലും ഉയർന്ന പ്രഷറിലും ആയിരിക്കത്തില്ല രക്തം പോകുന്നത്? ആയിരിക്കത്തില്ലേ? ഉയർന്ന വേഗത്തിലും ഉയർന്ന പ്രഷറിലുമായിരിക്കും ധമനികളിലൂടെ രക്തം പോകുന്നത്. കാരണം ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ നേരിട്ട് രക്തം പോകുന്ന ധമനികളിലൂടെ ആയതുകൊണ്ട് തന്നെ
ധമനികളിലൂടെ ഒഴുകുന്ന രക്തം എന്ന് പറയുന്നത് ഉയർന്ന വേഗത്തിലും ഉയർന്ന മർദ്ദത്തിലുമുള്ളതാണ്. കണ്ടോ, എന്താണ്? ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലും ആണ് രക്തം ധമനികളിലൂടെ ഒഴുകുന്നത്. അതേപോലെ തന്നെ ഉയർന്ന വേഗത്തിലും ഉയർന്ന മർദ്ദത്തിലുമുള്ള രക്തം ഒഴുകുന്ന കൊണ്ട് തന്നെ ധമനികളുടെ കട്ടിയും എന്തായിരിക്കണം? കൂടുതലായിരിക്കണം, അല്ലെ? അതെ, കണ്ടോ, കനം കൂടിയ ഭിത്തി ഉള്ളവയാണ് ധമനികൾ. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. എടാ, ധമനികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നവരാണ്. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന തന്നെ അതിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ വേഗതയും മർദ്ദവും കൂടുതലാണ്. വേഗതയും മർദ്ദവും കൂടുതലായതുകൊണ്ട് തന്നെ ധമനിയുടെ കട്ടി, ധമനികളുടെ ഭിത്തിയുടെ കട്ടി കൂടുതലാണ്. അതേപോലെ തന്നെ സിരകളിലേക്ക് വരുമ്പോൾ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരിക, അങ്ങനെ പല ഭാഗങ്ങളിലൂടെ ഒഴുകി ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുമ്പോൾ അതിന്റെ വേഗതയും മർദ്ദവും കുറയും, അല്ലെ? കുറഞ്ഞ വേഗത്തിലും കുറഞ്ഞ മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിരകളുടെ കട്ടി എന്തായിരിക്കും? കുറവായിരിക്കും, അല്ലെ? കട്ടി കുറഞ്ഞ ഭിത്തി. പിന്നെ ഇതിന്റെ സിരകളിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ചെറിയ ചെറിയ ഉള്ളിൽ ചെറിയ ചെറിയ വാൽവുകളും കാണപ്പെടുന്നുണ്ട്. ഇത്തരത്തിലെ സിരകളിലെ വാൽവുകളും ചില ഭാഗങ്ങളിൽ എന്തും കാണപ്പെടുന്നുണ്ട്? വാൽവുകളും കാണപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ധമനികളും പഠിച്ചു, സിരകളും പഠിച്ചു. ഇനി എന്താണ് ലോമികൾ? ഈ ധമനികളും സിരകളും കൂടി ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. ധമനികളും സിരകളും കൂടെ ജോയിൻ ചെയ്ത് ചെറിയ 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 രക്തക്കുഴലുകൾ ഉണ്ടാവും. ധമനികളും സിരകളും ജോയിൻ ചെയ്ത് ചെറിയ ചെറിയ രക്തക്കുഴലുകൾ ഉണ്ടാവും. അപ്പൊ അത്തരത്തില് ധമനികളും സിരകളും ജോയിൻ ചെയ്ത് രൂപപ്പെടുന്ന ചെറിയ ചെറിയ രക്തക്കുഴലുകളെയാണ് നമ്മൾ ലോമികൾ എന്ന് പറയുന്നത്, അല്ലെ? ഇവ ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തിയാണ്. ഒരൊറ്റ നിര കോശങ്ങൾ മാത്രമേ ലോമികകൾക്കുള്ളൂ. അതേപോലെ തന്നെ വാൽവുകൾ ഇവിടെ കാണപ്പെടുന്നില്ല. ഇവിടെ വാൽവുകളൊന്നും കാണപ്പെടുന്നില്ല. കുറഞ്ഞ വേഗത്തിലും കുറഞ്ഞ മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. നമ്മൾ നേരത്തെ സിര പഠിച്ച പോലെ തന്നെ ഇവിടെ കുറഞ്ഞ വേഗത്തിലും കുറഞ്ഞ മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഇവിടെ വാൽവുകൾ കാണപ്പെടുന്നില്ല. എവിടെ? ലോമികളിൽ വാൽവുകൾ കാണപ്പെടുന്നില്ല. കണ്ടോ, ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ലോമികൾ എന്ന് കൂടി മനസ്സിലാക്കുക. ഈ പറഞ്ഞ കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതിൽ ഇമ്പോർട്ടന്റ് സിരയും ധമനിയുമാണ്. അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അതിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ആ ഭാഗം മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അടുത്തതിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഒരു രക്തം പോകുന്നത്, അല്ലെ? ആദ്യം നമ്മുടെ വലത് വെൻട്രിക്കിളിൽ രക്തം വരുന്നു. വലത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം പിന്നീട് പോകുന്നത് ശ്വാസകോശ ധമനിയിലേക്കാണ്. ശ്വാസകോശ ധമനി വഴി ആ രക്തം എങ്ങോട്ട് പോകുന്നു? ശ്വാസകോശത്തിൽ എത്തുന്നു. ശ്വാസകോശത്തിൽ എത്തുമ്പോൾ അവിടെ വെച്ച് ഓക്സിജൻ നൽകുകയും, അതുവരെ അശുദ്ധ രക്തമായിരുന്നു, ഓക്സിജൻ വരുമ്പോൾ ആ രക്തം ശുദ്ധരക്തമാവും. പിന്നീട് ആ ശുദ്ധരക്തത്തെ വഹിച്ചുകൊണ്ട് ഏത് രക്തക്കുഴൽ? ശ്വാസകോശ സിര എവിടെ എത്തിക്കുന്നു? ഇടത് ഏട്രിയം. ഇടത് ഏട്രിയം. പത്രത്തില് വലത് വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ശ്വാസകോശ ധമനി വഴി, ശ്വാസകോശം വഴി, ശ്വാസകോശ സിര വഴി ഇടത് ഏട്രിയത്തിൽ വരുന്ന ഒരു രക്തപര്യന വ്യവസ്ഥ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൾമണറി പര്യനം, അല്ലെ? പൾമണറി പര്യനം ഒന്നാമത്തത്. ഇനി രണ്ടാമത്തത്, അങ്ങനെ ഇടത് ഏട്രിയത്തിൽ രക്തം വരുന്നു. ഇടത് ഏട്രിയത്തിൽ നിന്ന് അത് ഇടത് വെൻട്രിക്കിളിലേക്ക് വരുന്നു. അങ്ങനെ ഇടത് വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മഹാധമനി, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി. മഹാധമനി വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ഇതെല്ലാം ഓക്സിജൻ ഉള്ള രക്തമാണ്. അങ്ങനെ ആ ഓക്സിജൻ എല്ലാം ഇവിടെയുള്ള സെല്ലുകൾക്ക് കൊടുത്തു കഴിഞ്ഞ് അശുദ്ധ രക്തം, ഓക്സിജൻ ഇല്ലാത്ത രക്തം, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ടുള്ള രക്തം ഊർദ്ധ മഹാസിര അല്ലെങ്കിൽ അധോ മഹാസിര, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ് വഴി എവിടെ എത്തുന്നു? നമ്മുടെ വലത് ഏട്രിയത്തിൽ എത്തുന്നു. അത്തരത്തില് ഇടത് വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, ഇടത് വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മഹാധമനി വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ വഴി ഊർദ്ധ മഹാസിര, അധോ മഹാസിര വഴി എവിടെ വരുന്നു? വലത് ഏട്രിയത്തിൽ എത്തിക്കുന്ന രക്തപര്യന വ്യവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേര് സിസ്റ്റമിക് പര്യനം എന്നാണ്. കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അങ്ങനെ രണ്ട് പര്യനമുണ്ട്, പൾമണറി പര്യനവും സിസ്റ്റമിക് പര്യനവും. രണ്ട് പര്യനങ്ങൾ ചേർന്ന ഇതിനെ നമ്മൾ ഡബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ ദ്വിപര്യന വ്യവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. സോ നമ്മുടെ മനുഷ്യന്റെ രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത് ഡബിൾ സർക്കുലേഷൻ ആണ്. കാരണം രണ്ട് പര്യനമുണ്ട്. ഏതൊക്കെ? പൾമണറി പര്യനമുണ്ട്, സിസ്റ്റമിക് പര്യനമുണ്ട്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക.
നിങ്ങൾ ഈ പിക്ചർ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി, നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. ആ പിക്ചർ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ചിലപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആ പിക്ചർ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭാഗമുണ്ട്. ഞാൻ പറഞ്ഞു ഹൃദയം മയോജനിക്കാണെന്ന് പറഞ്ഞു. ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ ഹൃദയം തന്നെയാണ് അല്ലെ. നമ്മുടെ വലത് ഏട്രിയത്തിന്റെ വലത് ഭാഗത്ത്, എവിടെയാ, വലത് ഏട്രിയത്തിന്റെ വലത് ഭാഗത്ത് ഒരു നോഡൽ ടിഷ്യൂ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് SA നോഡ് എന്ന് പറയും. SA നോഡ് എന്ന് പറയും. ഈ നോഡൽ ടിഷ്യൂ ആണ് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. ഈ SA നോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പേസ് മേക്കർ ഓഫ് ഹാർട്ട്, അല്ലെങ്കിൽ ഹൃദയത്തിനുള്ളിലെ ഹൃദയം. അപ്പൊ എന്താണ് പേസ് മേക്കർ ഓഫ് ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയത്തിനുള്ളിലെ ഹൃദയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലത് ഏട്രിയത്തിന്റെ വലത് ഭാഗത്ത് കാണപ്പെടുന്ന നോഡൽ ടിഷ്യൂ ആണ്. പ്രത്യേകതരം കലകളാണ് എന്തെന്ന് പറയുന്നത് ഈ SA നോഡ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതൊരുവട്ടം ചോദിച്ചിട്ടുണ്ട് എക്സൈസ് ഓഫീസറിന്, സിവിൽ എക്സൈസ് ഓഫീസറിന് ചോദിച്ച ചോദ്യമാണ്. എന്ത്, നമ്മുടെ SA നോഡ് കാണപ്പെടുന്നത് എവിടെയാണ് എന്ന്. വലത് ഏട്രിയത്തിന്റെ വലത് ഭാഗം. ഇത് വലത് ഏട്രിയത്തിന്റെ വലത് ഭാഗത്ത് കാണപ്പെടുന്ന നോഡൽ ടിഷ്യൂ ആണ് എന്ത്, SA നോഡ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. ഇനി അടുത്തതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെങ്കിൽ ECG എന്ന് പറയുന്നത്. ECG നമ്മുടെ ഹൃദയസ്പന്ദനത്തിന്റെ നിരക്ക് അല്ലെങ്കിൽ ഹൃദയസ്പന്ദനത്തിന്റെ നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. അതേപോലെ EEG ഉണ്ട്. EEG ഇലക്ട്രോ എൻസിഫലോഗ്രാം, അത് നമ്മുടെ മസ്തിഷ്കം, തലച്ചോറിലെ വൈദ്യുത തരംഗങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഉപകരണമാണ് EEG. ഹൃദയത്തിന്റെ ECGയും തലച്ചോറിന്റെ EEGയുമാണ് എന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കുക. അതിൽ നിന്നും PSC പലതവണ ചോദ്യങ്ങൾ ചോദിച്ചാണ്. അപ്പൊ നമ്മുടെ ആ ഒരു രക്തപരിചരണവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ചോദ്യം എന്നാണ്, ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഏതാണ്? കണ്ടുപിടിച്ച് പറയാം. ഏതാ? പെരികാർഡിയം. പ്ലൂറ എന്ന് പറയുന്നത് ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാക്യൂളിലെ ഫേനത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ്. CSF സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നാണ്. അതായത് മെനിഞ്ചസ്, നമ്മുടെ ബ്രെയിനിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്ന മെനിഞ്ചസിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ദ്രാവകമാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CSF എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ്, ധമനികളുടെ ഉൾവ്യാസം കുറയുന്നതും അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നതും ഏത് രോഗത്തിന്റെ സവിശേഷതയാണ്? നോക്കിക്കൊള്ളുക, നമ്മുടെ ധമനികളില് ഫാറ്റ് അടിഞ്ഞു കൂടുന്നു, ധമനികളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന മൂലം ഇതിന്റെ ഈ ഒരു ഉൾവ്യാസം കുറയും. ആ ഉൾവ്യാസം കുറയുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിറോസ്ക്ലീറോസിസ് എന്നാണ്. എന്താ അതിറോസ്ക്ലീറോസിസ്? നമ്മുടെ ധമനികളിലെ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് മൂലം ഉൾവ്യാസം കുറയുന്നു. ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേര് അതിറോസ്ക്ലീറോസിസ്. ഈ അതിറോസ്ക്ലീറോസിസ് നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ഒരു രക്തക്കുഴലുണ്ട്. ഹൃദയത്തിന്റെ ഫംഗ്ഷൻ ആവശ്യമായിട്ടുള്ള രക്തം എത്തിക്കുന്ന രക്തക്കുഴലുണ്ട്. ആ രക്തക്കുഴലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊറോണറി ധമനികൾ അല്ലെങ്കിൽ കൊറോണറി ആർട്ടറികൾ എന്ന് പറയും. ആ കൊറോണറി ആർട്ടറിയിൽ ഇതേപോലെ അതിറോസ്ക്ലീറോസിസ് സംഭവിക്കുന്നത് മൂലം ഹൃദയത്തിലേക്ക് രക്തം എത്താതെ വരുന്നു അല്ലെ. അതിറോസ്ക്ലീറോസിസ് സംഭവിക്കുന്നത് മൂലം ഹൃദയത്തിലേക്ക് രക്തം എത്താതെ വരുന്നു. തന്മൂലം ഹൃദയത്തിന്റെ പ്രവർത്തനം നിശ്ചലമാകുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്, ഒരു അവസ്ഥയാണ്. അതുമൂലം ഉണ്ടാകുന്ന രോഗമാണ് ചോദിച്ചിരിക്കുന്നത്. അതുമൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയാഘാതമാണ് എന്ന് മനസ്സിലാക്കുക. ഹൃദയാഘാതമാണ്. പിന്നീട് സ്ട്രോക്ക്, നമ്മുടെ തലച്ചോറിലുള്ള ബ്ലഡ് വെസൽസ് പൊട്ടുന്ന അവസ്ഥയാണ്. പ്രമേഹം അറിയാമല്ലോ, ആ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം എന്ന് കൂടി മനസ്സിലാക്കാം. ഇവിടെ കറക്റ്റ് അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. രോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയാഘാതമാണ് എന്ന് മനസ്സിലാക്കുക. അതിറോസ്ക്ലീറോസിസ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മുടെ ഹൃദയാഘാതം എന്ന് കണക്ട് ചെയ്യുക. അല്ല, അവസ്ഥയല്ല, രോഗമാണ് ഹൃദയാഘാതം എന്ന് മനസ്സിലാക്കുക. അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്, അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അടുത്തൊരു ചോദ്യം, ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദം 120/80 mmHg. ഇതിൽ 80 എന്തിനെ സൂചിപ്പിക്കുന്നു? എടാ, നോർമൽ ബ്ലഡ് പ്രഷർ 120/80 ആണെന്ന് നമുക്കറിയാം. 120/80 ആണെന്ന് അറിയാം. അതിൽ 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷറാണ്. ഹൃദയം ചുരുങ്ങുമ്പോഴുള്ള ബ്ലഡ് പ്രഷറാണ് അല്ലെ. ഹൃദയം ചുരുങ്ങുമ്പോഴുള്ള ബ്ലഡ് പ്രഷറാണ് സിസ്റ്റോളിക് പ്രഷർ അല്ലെ. 80 എന്ന് പറയുന്നത് ഹൃദയം വികസിക്കുമ്പോഴുള്ള ഡയസ്റ്റോളിക് പ്രഷറാണ്. എടാ, ഹൃദയം ചുരുങ്ങുമ്പോഴുള്ള ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും. 120 എന്ന് പറയുന്നത് ഹൃദയം ചുരുങ്ങുമ്പോഴുള്ള സിസ്റ്റോളിക് പ്രഷറും
80 എന്ന് പറയുന്ന ഹൃദയം വികസിക്കുമ്പോഴുള്ള ഡയസ്റ്റോളിക് പ്രഷറുമാണ്. ഇവിടെ ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദം 120/80 എന്ന് പറയുന്നു. ഇത് 80 എന്തിനാ സൂചിപ്പിക്കുന്നത്? 80 എന്തിനാ സൂചിപ്പിക്കുന്നത്? ഡയസ്റ്റോളിക് പ്രഷറിനെയാണ് സൂചിപ്പിക്കുന്നത്. 80 സൂചിപ്പിക്കുന്നത് ഡയസ്റ്റോളിക് പ്രഷറിനെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു ടോപ്പിക്കിലെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ നല്ലൊരു ടോപ്പിക്കാണ്. പലപ്പോഴും കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഈ രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ഭാഗം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം, നമ്മൾ ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു എക്സാം തന്നെയാണ് നമ്മുടെ ASM അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു എക്സാം. നമ്മുടെ LDCയുടെ അതേ സിലബസിൽ ഓരോ ജില്ലകൾ വൈസ് നടക്കുന്ന എക്സാം ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. അപ്പോൾ ആ എക്സാമിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഏതെല്ലാം ഭാഗങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു നിങ്ങളുടെ സംശയങ്ങളെല്ലാം പരിഹരിക്കുന്നതിനായിട്ട് ഒരു ഫ്രീ വെബിനാറുമായിട്ട് ഏപ്രിൽ 16-ാം തീയതി വൈകിട്ട് 7 മണിക്ക് നമ്മുടെ രാഗിൽ സാർ എത്തുകയാണ്. ആ വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ASMന്റെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പും താഴെ പിൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.